നിയമസഭയിൽ പാരിയത്തുകാവ് കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതിനെതിരെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. കുടിയൊഴിപ്പിക്കൽ ഭീഷണി നേരിടുന്ന കുടുംബങ്ങൾ. പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഒരു ചർച്ചയും നടന്നിട്ടില്ല. പുനരധിവാസത്തിന് സമ്മതിച്ചുവെന്ന മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ പറഞ്ഞത് തെറ്റാണെന്നും ഈ കുടുംബങ്ങൾ പറയുകയാണ്. പുനരധിവാസം അംഗീകരിക്കില്ല, ഭൂമിയിൽ ഉടമസ്ഥാവകാശം വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണെന്നും അവർ റിപ്പോർട്ടറോട് പറഞ്ഞു. മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞതും കുടുംബങ്ങളുടെ പ്രതികരണവും രണ്ടും നമുക്കൊന്ന് കേട്ടുവരാം. റോജി എം ജോൺ ബഹുമാനപ്പെട്ട എറണാകുളം ജില്ലയിൽ നിന്നുള്ള മന്ത്രിയെയും അവിടുത്തെ MLA-യെയും ഞങ്ങൾ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. രമ്യമായി ആ വിഷയത്തിൽ പരിഹാരം ഉണ്ടാക്കും. അവർക്ക് ഭൂമി കൊടുത്ത് അവർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കാൻ സർക്കാർ പ്ലീസ് അവർക്ക് സ്ഥലം കൊടുത്ത് വീട് നിർമ്മിച്ചു കൊടുക്കാൻ തയ്യാറാണ് എന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട്. അവർ ആ വിഷയം അംഗീകരിച്ചിട്ടുണ്ട്. ഇതുവരെ നമ്മുടെ ചർച്ച നടന്നിട്ടില്ല. എന്നാൽ ഇവിടെ 20-ാം തീയതി ഒഴിപ്പിക്കൽ വിഷയം കഴിഞ്ഞ് 22-ാം തീയതി കളക്ടറിൽ ചർച്ച നടത്തിയായിരുന്നു. അപ്പോൾ നമ്മൾ അന്ന് അവിടെ ആവശ്യപ്പെട്ടത് ഞങ്ങൾ ഇവിടെ ഇത്ര വർഷത്തിൽ താമസിക്കുന്നതാണ്. ഈ പറയുന്ന ഈ സ്ഥലം 19 ഏക്കർ ഒരു ഹൈക്കോടതി ഉത്തരവുണ്ട്, അതൊന്ന് അളന്ന് തിട്ടപ്പെടുത്തണം. അതാണ് ഞങ്ങളുടെ ആവശ്യം. ഞങ്ങളിവിടുന്ന് പോവില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. വേറെ ഒരു ചർച്ച നടന്നിട്ടില്ല. പക്ഷെ ഇന്ന് മുഖ്യമന്ത്രി സഭയെ പറഞ്ഞു നമുക്ക് വീട് സ്ഥലം വേറെ തരാം, അവർ നമ്മൾ സമ്മതിച്ചെന്നൊക്കെ പറയും. ഞങ്ങളായിട്ട് ഇതുപോലെ ചർച്ച ചെയ്യാതെ പിന്നെ എങ്ങനെ സമ്മതിച്ചത് നമുക്കറിയില്ല. ഇത് എന്തുകൊണ്ടാണ് ഇത് നമ്മൾ സമ്മതിച്ചെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി പറഞ്ഞതെന്ന് അറിയില്ല. ഞങ്ങൾ ചർച്ച നടത്തിയെന്നൊക്കെ പറഞ്ഞു. ഇതുവരെ ചർച്ച നടത്തിയിട്ടില്ല, അങ്ങോട്ട് സംസാരം ഇതുവരെ വന്നിട്ടില്ല. അതാണ് വിഷയം. ചർച്ച പോലും നടന്നിട്ടില്ല. ഞങ്ങൾ പുനരധിവാസത്തിന് തയ്യാറല്ല, ഭൂമിയുടെ ഉടമസ്ഥാവകാശമാണ് വേണ്ടതെന്ന് പാരിയത്തുകാവിലുള്ളവർ പറയുകയാണ്. അപ്പോൾ എങ്ങനെയാണ് മുഖ്യമന്ത്രി സഭയിൽ ഇങ്ങനൊരു പ്രസ്താവന നടത്തിയതെന്നതാണ്